കൊച്ചിയിൽ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി P&D നിവാസികൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയ അപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ നിർമ്മാണത്തിലെ അപാകതയും അതുപോലെ തന്നെ സുരക്ഷാ ഭീഷണിയും അഴിമതിയും തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സബ്മിഷൻ അവതരിപ്പിക്കുന്നത്. പേരണ്ടൂർ കനാലിൻ്റെ വശങ്ങളിൽ താമസിച്ചിരുന്ന ഏകദേശം 50 വർഷക്കാലം താമസിച്ചിരുന്ന 400ഓളം പേർ 82 കുടുംബങ്ങളിലായി താമസിച്ചിരുന്ന ആളുകളാണ്. ചെളിയിലും വെള്ളത്തിലും വേലിയേറ്റ സമയത്തും മഴക്കാലത്തും ചെളിയിലും വെള്ളത്തിലുമാണ് അവർ കഴിഞ്ഞിരുന്നത്. അത് നമ്മുടെ നാടിൻ്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പെടുകയും അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയാണ് ലൈഫ് മിഷൻ്റെ ഭാഗമായി നടത്തിയത്. പക്ഷേ ഇത് നടത്തിയപ്പോൾ സർ 2018 മുണ്ടംവേലിയിൽ GCDയുടെ ഭൂമിയിലാണ് ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നടത്തിയത്. 2023 സെപ്റ്റംബറിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു. 2024 അവരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവരെ പുനരധിവസിപ്പിച്ചു. പക്ഷേ സർ 2 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ മഴക്കാലത്ത് അത് മുഴുവൻ ചോർന്നൊലിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇങ്ങോട്ട് ഈ 2.5 വർഷക്കാലത്തിനിടയ്ക്ക് ആ 400ഓളം പേർ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും 50 വർഷക്കാലം അവർ ഈ പേരണ്ടൂർ കനാലിൻ്റെ ഇരുവശങ്ങളിലായി കഴിഞ്ഞിരുന്ന സമയത്ത് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരക്ഷാ ഭീഷണി എന്ന് പറഞ്ഞാൽ 110 kV ലൈൻ പോകുന്നതിനിടക്കാണ്, 66 kV ലൈനും 110 kV ലൈനും പോകുന്നതിനിടക്കാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആ ടെക്നോളജി ഉപയോഗിച്ച് ഇരുമ്പിലും അതുപോലെ തന്നെ തകിട് ഷീറ്റുകളും എല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പുതിയ കാലഘട്ടത്തിന് അനുസൃതമായ ടെക്നോളജി ഈ 2 ലൈനും പോകുന്നത് കൊണ്ട് മഴക്കാലത്ത് ഉണ്ടാകുന്ന ശക്തമായ കാറ്റിൽ ഈ ലൈൻ ആടിയുലയുമ്പോൾ ഈ വീടുകളിലുള്ള ആളുകളുടെ ഉപകരണങ്ങൾ ലൈറ്റും ഫാനും അതുപോലെ TVയും ഒക്കെ അത് കേടാകുന്നത് നിരന്തരമായി ഈ 2.5 വർഷക്കാലത്തിനിടയ്ക്ക് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ജീവിക്കാൻ തന്നെ സുരക്ഷിതമായ ഒന്നല്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ വെള്ളം ചോർന്നൊലിക്കുകയാണ്. അതുമാത്രമല്ല, ഏതെങ്കിലും 4ാമത്തെ നിലയിൽ കഴിയുന്ന ഒരു ആൾ ബാത്റൂമിൽ ഒരു ടാപ്പ് ഓൺ ചെയ്താൽ ആ വെള്ളം ഏറ്റവും താഴെ നിലയിലുള്ള അടുക്കളയാണെങ്കിലോ ബെഡ്റൂമാണെങ്കിലോ അങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ്. ഈ മലിനവെള്ളം ഇതിങ്ങനെ നിരന്തരമായി ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ തകിടുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പോൾ നിർമ്മാണത്തിൽ ഏറ്റവും വലിയ അഴിമതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയത്തെ സംബന്ധിച്ചും വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു ലിഫ്റ്റോ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു സംവിധാനങ്ങളോ ഒന്നുമില്ല. 4ാമത്തെ നിലയിൽ കഴിഞ്ഞിരുന്ന ഒരു 29 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് അവരെ താഴെ ഇറക്കുന്നതിന് മുന്നോടിയായി തന്നെ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു കെട്ടിട നിർമ്മാണ ചട്ടം പോലും പാലിക്കാതെ പണിത ഒരു കെട്ടിടമാണ് മുണ്ടംവേലിയിലെ ലൈഫ് മിഷൻ്റെ കെട്ടിടമെന്ന് പറയുന്നത്. അസുഖബാധിതരായിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ നിരവധി ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് കയറാനോ ഇറങ്ങാനോ കഴിയാത്ത ഒരു സാഹചര്യം പോലും അവിടെ നിലനിൽക്കുകയാണ്. അത്ര ഗുരുതരമായ ഒരവസ്ഥ അവിടെയുണ്ട്. ഇത് ഈ നിർമ്മാണത്തിലെ അപാകതയുണ്ട്. അതുപോലെ തന്നെ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് മാന്യമായ ഒരു ജീവിതം നൽകാൻ പോലും ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ സുരക്ഷിതമായ ഒരു ഭവനം ആണോ എന്നുള്ളത് സർക്കാർ ഒരു പരിശോധന നടത്തുക. അതിനേക്കാൾ ഉപരിയായി അവർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു നടപടി അടിയന്തിരമായി അവിടെ സ്വീകരിക്കുകയും വേണം. അതിനപ്പുറത്ത് അഴിമതി നടത്തിയ ആളുകളെ കർശനമായി ഒരു വിജിലൻസ് എൻക്വയറി നടത്തി ഈ അഴിമതി കെട്ടിടം അത് നിർമ്മിച്ച ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും വേണം. ഇത് ചെയ്തില്ലെങ്കിൽ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായി ഉയർത്തിക്കാണിച്ച ഈ P&D കോളനിയിലെ ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഈ ഭവന പദ്ധതി അത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. ഈ 400ഓളം പേർ അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരു മഴ പെയ്താൽ ഈ വെള്ളം മുഴുവൻ താഴേക്ക് ഒഴുകുന്ന സാഹചര്യമുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കാൻ എന്ത് മാർഗമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സർ,
തേവര പേരണ്ടൂർ കനാലിൻ്റെ കരകളിൽ അതീവ ദയനീയമായ സാഹചര്യത്തിൽ താമസിച്ചിരുന്ന P&D കോളനി നിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനായാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ലൈഫ് മിഷൻ സിഇഒയുടെ നിർദ്ദേശാനുസരണം നവീന നിർമ്മാണ സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് ഒരു പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് ഘടനയായാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇതിനായി വിശാല കൊച്ചി വികസന അതോറിറ്റി മുണ്ടംവേലിയിലെ 70 സെൻറ്റ് ഭൂമി സൗജന്യമായി നൽകുകയുണ്ടായി. അംഗീകൃത അക്രഡിറ്റഡ് ഏജൻസിയായ TDLCCനെയാണ് PMC കം കൺട്രോൾ കോൺട്രാക്ടർ എന്ന നിലയിൽ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത്. IIT മദ്രാസ് മുഖേന പ്രവൃത്തിയുടെ സ്ട്രക്ചറൽ വെറ്റിംഗ് നടത്തുകയും സർക്കാർ തല ടെക്നിക്കൽ കമ്മിറ്റിയുടെ സാങ്കേതിക അനുമതി ലഭ്യമാക്കി നടപ്പാക്കുകയും ചെയ്തു. ഫയർ NOC, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള NOC തുടങ്ങിയവയും കെട്ടിട നമ്പർ, വൈദ്യുതി, കുടിവെള്ള കണക്ഷനുകൾ എന്നിവയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷൻ പരിശോധന നടത്തി നൽകിയ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റാണ് ലഭ്യമായതിനെ തുടർന്നാണ് കെട്ടിടം താമസക്കാർക്ക് കൈമാറിയത്. 2024 ജനുവരി 30-നാണ് ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്. അതിനുശേഷമുണ്ടായ മഴക്കാലത്ത് ചോർച്ചകളും അനുബന്ധ തകരാറുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ തകരാറുകൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി 28/5/25 13/17/2025 പ്രകാരം ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം IIT മദ്രാസിനെ കൺസൾട്ടൻ്റായി ചുമതലപ്പെടുത്തിയിരുന്നു. IIT മദ്രാസ് നൽകിയ റിപ്പോർട്ടിൽ കെട്ടിടം വാസയോഗ്യമല്ല എന്ന് പരാമർശിച്ചിട്ടില്ല. 110 kV ലൈനിൽ നിന്നും നിർദ്ദിഷ്ട അകലം പാലിക്കുന്നില്ല എന്ന് കാണിച്ച് KSEB ലൈൻ മെയിൻ്റനൻസ് സെക്ഷനിൽ നിന്ന് വിശാല കൊച്ചി വികസന അതോറിറ്റിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നു. എന്നാൽ എല്ലാ അനുമതികളും NOCയും ലഭ്യമാക്കിയ ശേഷമാണ് കൊച്ചി നഗരസഭ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് അനുവദിച്ചത്. അതിനുശേഷം യാതൊരുവിധ കൂട്ടിച്ചേർക്കലുകളും കെട്ടിടത്തിൽ നടത്തിയിട്ടില്ല. നിലവിൽ ലഭ്യമായ അനുമതികളുടെ വിശദാംശങ്ങൾ സഹിതം KSEBക്ക് വിശാല കൊച്ചി വികസന അതോറിറ്റി മറുപടി നൽകിയിട്ടുണ്ട്. IIT മദ്രാസ് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതികവും നിയമപരവും ഭരണപരവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി വിശാല കൊച്ചി വികസന അതോറിറ്റി സെക്രട്ടറി 12/6/26 തീയതിയിൽ കത്ത് സമർപ്പിച്ചിരുന്നു. പ്രസ്തുത കത്തിൻ്റെയും 29/5/26 തീയതിയിലെ IIT മദ്രാസിൻ്റെ പുതുക്കിയ അന്തിമ റിപ്പോർട്ടിൻ്റെയും പകർപ്പ് സഹിതം ലഭ്യമാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തി അടിയന്തരമായി റിപ്പോർട്ട് ലഭ്യമാക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറക്ക് അടിയന്തര തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതായതുകൊണ്ട് തന്നെ ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് കിട്ടുന്ന പശ്ചാത്തലത്തിൽ തുടർ അന്വേഷണങ്ങൾ ആവശ്യമാണോ എന്ന് പരിശോധിക്കുകയും വാസയോഗ്യമാക്കി അവർക്ക് വീടുകൾ ഏൽപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് നടത്തുകയും ചെയ്യുമെന്ന് കൂടെ അറിയിക്കുന്നു.